ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവദത്ത് പട്നായിക്, മലയാളത്തിൽ വിവർത്തനം ശ്രീലത എസ്, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്യാം അർജുനനെ ഉപദേശിക്കുന്നു. കുരുക്ഷേത്രത്തിൽ സൈന്യങ്ങൾ ഒന്നിച്ചുകൂടി. കൗരവരുടെ വശത്ത് 11, പാണ്ഡവരുടെ വശത്ത് 7. ആനകൾ, രഥങ്ങൾ, കാലാൾപ്പടകൾ, തിളങ്ങുന്ന പടച്ചട്ടകളും മനസ്സിൽ പതിയുമാറുള്ള ആയുധങ്ങൾ, പാറിക്കളിക്കുന്ന കൊടിക്കൂറകൾ എന്നിവയോടെ പരസ്പരം കൊല്ലുവാൻ തയ്യാറായി എല്ലാവരും. നായകൾ മാംസത്തിനു വേണ്ടി കടിപിടി കൂടുന്നതുപോലെ തന്നെ യുദ്ധത്തിൽ ആയുധങ്ങൾ കൈകൊണ്ട് തൊടില്ല എന്ന് തീരുമാനിച്ച ശ്യാം അർജുനൻ്റെ സാരഥിയായി സേവനമനുഷ്ഠിച്ചു. യുദ്ധം തുടങ്ങുന്നതിനു മുൻപായി ഇരുവശത്തുമുള്ള സൈന്യങ്ങളുടെ ഇടയിലൂടെ തന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് അർജുനൻ ശ്യാമിനോട് ആവശ്യപ്പെട്ടു. ഒരു വശത്ത് അയാൾ തൻ്റെ സഹോദരന്മാരെ കണ്ടു. തൻ്റെ പത്നി പിതാവിനെയും പത്നി സഹോദരനെയും കണ്ടു. മറുവശത്ത് അയാൾ തൻ്റെ ബന്ധു സഹോദരരെയും അമ്മാവന്മാരെയും ഗുരുക്കന്മാരെയും കണ്ടു. ഈ വശത്തും കുടുംബം, ആ വശത്തും കുടുംബം. ധനുർവിദ്യയിലുള്ള നിപുണതയ്ക്ക്, അവിശ്വസനീയമായ ശ്രദ്ധ കേന്ദ്രീകരിക്കലിന് കേളികേട്ട അർജുനൻ പെട്ടെന്ന് തൻ്റെ കാഴ്ചപഥം വികസിപ്പിച്ചു. തൻ്റെ മുന്നിലുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ദൂരക്കാഴ്ച നേടി. താൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി തൻ്റെ തന്നെ ബന്ധുപുരുഷന്മാരെ കൊല്ലുകയായിരിക്കും ചെയ്യുക. അത് ധർമ്മമാകുന്നത് എങ്ങനെയാണ്? അയാൾ അമ്പരന്നു. തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നത് ഒരു യോദ്ധാവിൻ്റെ കടമ തന്നെയല്ലേ? പക്ഷേ താൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ അനീതി പുഷ്ടിപ്പെടുന്നതിന് താൻ അനുവദിക്കുകയായിരിക്കുമോ? തൻ്റെ സഹോദരന്മാർക്ക് ധർമാനുസാരേണ അവകാശപ്പെട്ട സ്ഥലങ്ങൾ എന്താകും? ദ്രൗപദി സഹിച്ച അപമാനത്തിന് പകരം വീട്ടേണ്ടതല്ലേ? യുദ്ധം ചെയ്യുന്നത് നിശ്ചയമായും ശരിയാണ്. പക്ഷേ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും വധിക്കുന്നത് തെറ്റല്ലേ? അപ്പോഴാണ് അർജുനൻ ഒരു വൈകാരിക തകർച്ചയ്ക്ക് അടിപ്പെട്ടത്. അയാളുടെ കരങ്ങൾ വിറച്ചു, തൊണ്ട ഉണങ്ങിപ്പോയി. തൻ്റെ വില്ല് അയാൾ താഴ്ത്തി. അതിക്രമം നിലനിർത്തുന്നതിനേക്കാൾ ഇന്ദ്രപ്രസ്ഥത്തിന്മേലുള്ള എല്ലാ അവകാശങ്ങളും ഒഴിഞ്ഞുകൊടുത്ത് യാചകൻ എന്ന നിലയ്ക്ക് സമാധാന ജീവിതം നയിക്കുന്നതല്ലേ ഭേദമെന്ന് അയാൾ സന്ദേഹിച്ചു. സ്വയം തളർത്തുന്നതിന് നീ തിരഞ്ഞെടുത്ത സമയം കൊള്ളാം, ശ്യാം പറഞ്ഞു. ഒരു രാജകുമാരൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിച്ചിട്ട് ഇപ്പോൾ ചുമതലയേൽക്കുന്നതിന് വിസമ്മതിക്കുന്നു. കാരണം കാര്യങ്ങൾ നിനക്ക് അസൗകര്യകരമായി തീർന്നിരിക്കുന്നു. നാണക്കേട്. ആരാണ് കുടുംബം, ആരാണ് കുടുംബമല്ലാത്തത് എന്നുള്ളത് തികച്ചും ഏകപക്ഷീയമാണ്. കൃത്രിമ അതിരുകൾ അടിസ്ഥാനമാക്കിയുള്ളത്. ഇടുങ്ങിയ മനസ്സുകളുള്ളവർക്ക് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ അഥവാ നമുക്ക് സന്തോഷം നൽകുന്നത് ആരോ അവരാണ് കുടുംബം. അതിരില്ലാത്ത മനസ്സുകൾ ഉള്ളവർക്കാകട്ടെ എല്ലാവരും കുടുംബമാണ്. മറ്റുള്ളവർ എന്ന ഒന്നില്ല. മരണം ജീവിതത്തിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവയെ ഇരയായി പിടിച്ചു തിന്നുന്ന മൃഗം ഇരയെ ഭക്ഷിക്കുന്നത് നിലനിൽപ്പിനു വേണ്ടിയാണ്. തങ്ങളുടെ നിലനിൽപ്പ് മെച്ചപ്പെടുത്തുന്നതിനായി പ്രകൃതിയിൽ ശക്തരായവർ ദുർബലരായവരെ കീഴ്പ്പെടുത്തുന്നു. പക്ഷേ സംസ്കാരത്തിൽ ശക്തി കൂടിയവർ അത് കുറഞ്ഞവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അതാണ് ധർമ്മം. കുരുക്ഷേത്രം ധർമ്മക്ഷേത്രം അല്ല. കാരണം 11 സൈന്യങ്ങളുള്ള 100 കൗരവർ, 7 സൈന്യങ്ങളുള്ള 5 പാണ്ഡവരെ അവരുടെ സ്വന്തം നഗരത്തിൻ്റെ നിയന്ത്രണം പുനർലഭിക്കുന്നതിൽ നിന്ന് തടയുകയാണ്. ആരോടാണോ യുദ്ധം ചെയ്യുന്നത് അവരെ വെറുക്കാതെ ബലഹീനരായവരെ പരിപാലിക്കാത്ത ശക്തരായവരോട് പൊരുതുന്നത് ധർമ്മമാണ്. ധർമ്മം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് യോദ്ധാക്കളുടെ കടമയാണ്. ഒരു ക്ഷത്രിയൻ ചെയ്യേണ്ടതെന്തെന്ന് കരുതുന്നതുപോലെ, എന്നാൽ പ്രത്യേകിച്ച് ഒരു ഫലത്തെക്കുറിച്ചും പ്രതീക്ഷയില്ലാതെ
അഥവാ ആരോടാണോ യുദ്ധം ചെയ്യുന്നത് അവരെ വെറുക്കാതെ അർജുനൻ ധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്താൽ അയാൾ ഒരു കർമ്മയോഗിയായി തീരുമെന്ന് ശ്യാം അർജുനനോട് പറഞ്ഞു. കൊല്ലുന്നത് നശ്വരമായ ശരീരമായ ദേഹത്തെയാണ്. ശരീരത്തിനുള്ളിൽ അനശ്വരമായി നിലകൊള്ളുന്നതിനെ ദേഹിയേയല്ല എന്നുള്ള അറിവോടെ യുദ്ധം ചെയ്താൽ അർജുനൻ ഒരു ജ്ഞാനയോഗിയായി തീരുമെന്ന് ശ്യാം അർജുനനോട് പറഞ്ഞു. ഈ അനശ്വരമായ ദേഹി ഓരോ ശരീരത്തിലും സന്നിഹിതമായത് ശരീരം അനുഭവിക്കുന്ന എല്ലാത്തിനും സാക്ഷിയാണ്. ജനനസമയത്ത് ഒരു പുതിയ വസ്ത്രം എന്നതുപോലെ അതൊരു പുതിയ ശരീരം ധരിക്കുന്നു. അതിൻ്റെ പഴയ വസ്ത്രം മരണസമയത്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഒരു ആയുധമായിരിക്കുന്നതിന് സ്വയം അനുവദിക്കുകയും ദൈവത്തെ സംബന്ധിച്ച് എല്ലാ ജീവികളും തൻ്റെ സ്വന്തം കുടുംബമാണ്, അപരിചിതരോ ശത്രുവോ ഇല്ല എന്നും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ അർജുനൻ ഭക്തിയോഗിയായി തീരുമെന്ന് ശ്യാം അർജുനനോട് പറഞ്ഞു. നമുക്ക് ചുറ്റും പരമാത്മാവായിട്ടും നമ്മുടെ ഉള്ളിൽ ജീവാത്മാവായിട്ടും ദൈവമുണ്ട്. ജീവാത്മാവാണ് ദേഹി. എല്ലാ ശരീരങ്ങളിലും അനശ്വരമായി അത് നിവസിക്കുന്നു. വിശപ്പും ഭയവും ബുദ്ധിയെ കീഴ്പ്പെടുത്തുമ്പോൾ മനസ്സ് അധർമ്മത്തിന് വഴങ്ങുന്നതിനും അത് സാക്ഷ്യം വഹിക്കുന്നു. ധർമ്മത്തിൽ നിന്ന് വളരെ അകന്നുള്ള അതുപോലെയുള്ള പ്രവൃത്തികൾ നമ്മെ പുനർജന്മങ്ങളുടെ ചക്രത്തിൻ്റെ കെണിയിൽ പെടുത്തുന്നു. ജ്ഞാനം നടപ്പിലാകുമ്പോൾ നമ്മൾ വിശപ്പും ഭയവും മൂലം പ്രവർത്തിക്കുന്നില്ല. പകരം മറ്റുള്ളവരോടുള്ള തന്മയീ ഭാവം മൂലമാണ് പ്രവർത്തിക്കുന്നത്. കൗരവരോടും പാണ്ഡവരോടും തനിക്കുള്ള തന്മയീ ഭാവം ശ്യാം വെളിപ്പെടുത്തി. അന്ധനായ അതിമോഹമുള്ള പിതാവും കണ്ണുകൾ മൂടിക്കെട്ടിയ അരക്ഷിതമായ അമ്മയും വളർത്തിയ ദുര്യോധനനിലുള്ള വിശപ്പും ഭയവും അയാൾ കണ്ടു. പക്ഷേ തൻ്റെ 5 ബന്ധു സഹോദരരോട് ദുര്യോധനനുള്ള തന്മയീ ഭാവത്തിൻ്റെ അഭാവത്തിന് അയാൾക്ക് മാപ്പ് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യന് തൻ്റെ ഭൂമിയോട് ഇത്രയും ആസക്തിയുള്ള ആൾക്ക് രാജാവാകാൻ സാധിക്കില്ല. അയാൾ വധിക്കപ്പെടേണ്ടതാണ്. അയാളെ പിന്താങ്ങുന്നവരെയും വധിക്കേണ്ടതുണ്ട്. മനുഷ്യജീവികൾ മൃഗങ്ങളെപ്പോലെ പെരുമാറുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനും ആളുകൾ മറ്റുള്ളവരുടെ വസ്തുവകകൾ ബഹുമാനിക്കുകയും ചെയ്യുന്നതിനും വേണ്ടിയാണ് ദൈവങ്ങൾ രാജാക്കന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലാണ് കൃഷ്ണൻ്റെ ഭഗവത്ഗീത കണ്ടെത്തിയിട്ടുള്ളത്. 700 ശ്ലോകങ്ങൾ ഉള്ള ഈ സംഭാഷണം നമുക്കിടയിലേക്ക് എത്തുന്നത് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഇടപെടൽ കാണാൻ സാധിക്കുന്ന ദിവ്യദൃഷ്ടിയുള്ള സഞ്ജയൻ്റെ വായിലൂടെയാണ്. വേദരീതിയിലുള്ള തത്വചിന്തയുടെ സംഗ്രഹം അവതരിപ്പിച്ചിട്ടുള്ളത് മഹാഭാരതത്തിലാണ്. ഇവിടെ ഹിന്ദുമത പുരാവൃത്ത ആഖ്യാനത്തിൽ ആദ്യമായി ഉപാസനയും ഈശ്വരവാദവും ആരായുന്നുണ്ട്. 8-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ശങ്കരനെ പോലുള്ള ആചാര്യന്മാർ തങ്ങളുടെ സംസ്കൃത വ്യാഖ്യാനങ്ങളിലൂടെ ഭാഷ്യം, അതിൻ്റെ ബുദ്ധിപരമായ വശത്തിൽ ജ്ഞാനമാർഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 12-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന രാമാനുജൻ, മാധ്വൻ തുടങ്ങിയവർ അതിൻ്റെ വൈകാരിക വശത്തിന് ഭക്തിമാർഗം ആണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പ്രാദേശിക ഭാഷകളിൽ എഴുതിയിരുന്ന ധ്യാനേശ്വരൻ തുടങ്ങിയ കവി സന്യാസിമാർ ഭഗവത്ഗീതയെ കൃഷ്ണൻ്റെ വാക്കുകൾ ആയിക്കണ്ട് ഭക്തി സിദ്ധാന്തം പ്രചരിപ്പിക്കുകയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് വേദങ്ങളുടെ ബഹുദൈവ ആരാധനാ ചായ്വിനേക്കാൾ ഗീതയുടെ ഏകദൈവ ആരാധനാ ചായ്വ് വളരെ കൂടുതൽ സ്വീകാര്യമായി തോന്നിയതിനാൽ അവർ ഇംഗ്ലീഷ് പരിഭാഷകളിലൂടെ അത് പ്രചരിപ്പിച്ചു. അന്നു മുതൽ ഹിന്ദു മത തത്വചിന്തയിലെ ഏറ്റവുമധികം പരിഭാഷപ്പെടുത്തിയിട്ടുള്ള രചനകളിലൊന്നായി ഭഗവത്ഗീത മാറി. ഹിന്ദുമത ദേശീയവാദികൾ ഗീതയുടെ സാമൂഹിക വശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൃഷ്ണൻ കടമകൾക്കും കടപ്പാടുകൾക്കും കർമ്മമാർഗം കൂടുതൽ മൂല്യം നൽകുന്നത് അവർ ശ്രദ്ധിച്ചു. ഹിന്ദുമതത്തെ വിമർശിക്കുന്നവർ പറയുന്നത് ഭഗവത്ഗീത ലിംഗ ജാതി പാരമ്പര്യം പ്രചരിപ്പിക്കുന്നു എന്നാണ്.
ഭഗവത്ഗീത ഇല്ലായിരുന്നുവെങ്കിൽ കൃഷ്ണന്റെ ഉപാസകർ തേർത്തെളിക്കുന്ന കൃഷ്ണനേക്കാൾ ഗോപാലകനായ കൃഷ്ണനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമായിരുന്നു. ശ്യാം തൻ്റെ വിശ്വരൂപം വെളിപ്പെടുത്തുന്നു. അടുത്ത ഭാഗം. പിന്നെ ശ്യാം അർജുനന് തൻ്റെ വിശ്വരൂപം വെളിപ്പെടുത്തി കൊടുത്തു. തല ആകാശത്തിനും അപ്പുറവും പാദങ്ങൾ ഭൂമിക്കടിയിലും വരുന്ന വിധം അയാൾ തൻ്റെ ശരീരം വികസിപ്പിച്ചു. അയാളുടെ കൈകൾ 8 ദിക്കുകളിലേക്കും നീണ്ടു. അയാളുടെ തല 1000 ഇരട്ടിയായി വർദ്ധിച്ചു. ഓരോ ഉച്ഛ്വാസത്തിൻ്റെയും കൂടെ ലോകങ്ങൾ അയാളുടെ ഓരോ വായയിലൂടെയും പുറത്തേക്ക് വീണു. ഓരോ ശ്വാസം വലിക്കലിൻ്റെയും ഒപ്പം അവയെല്ലാം കുറേശ്ശെ കുറേശ്ശെയായി അയാളുടെ വായയിലൂടെ തിരികെ കയറി. ഓരോ ലോകവും ധാതുക്കളും ചെടികളും മൃഗങ്ങളും രാക്ഷസരും രാജാക്കന്മാരും സന്യാസിമാരും കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഇതായിരുന്നു ശ്യാമിൻ്റെ വിശ്വരൂപം. അയാൾ അനന്തതയുടെ സാക്ഷാത്കാരം ആയിരുന്നു. ഇവിടെയും അവിടെയും ഇടയിലും അതിൻ്റെ അപ്പുറവുമുള്ളതും സർവവും അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഉള്ളത്, ഇനി ഉണ്ടാകാൻ പോകുന്നത്, അങ്ങനെ സർവവും അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സും പദാർത്ഥവുമാണ്, അയാൾ പറഞ്ഞു. ഞാൻ അഹവും ഇതരനുമാണ്, അയാൾ പറഞ്ഞു. ഞാൻ ശ്യാമും ശ്യാമയും ആണ്, കൃഷ്ണനും കാളിയും ആണ്, പ്രണയഭാജനവും പ്രണയിക്കുന്നവനും ആണ്, ആഹരിക്കുന്നവനും ആഹാരവും ആണ്, കൊല്ലുന്നവനും കൊല്ലപ്പെട്ടവനും ആണ്. ഞാൻ ഒരാളെയും സ്നേഹിക്കുന്നില്ല, ഒരാളെയും വെറുക്കുന്നുമില്ല. പക്ഷേ സംസ്കാരത്തിന് പുഷ്ടിപ്പെടണമെന്നുണ്ടെങ്കിൽ കാട്ടുനീതി ഉപേക്ഷിക്കപ്പെടണം. മനുഷ്യജീവികൾ പ്രാദേശികപരവും ആധിപത്യപരവും ആകുന്നതിനുള്ള തങ്ങളുടെ മൃഗചോദന ഉപേക്ഷിക്കണം. ധർമ്മം മാത്രമേ വിജയവും ആനന്ദവും സ്വാതന്ത്ര്യവും കൊണ്ടുവരികയുള്ളൂ. അർജുനൻ തൻ്റെ ബന്ധു സഹോദരൻ്റെ, തൻ്റെ തോഴൻ്റെ, തൻ്റെ ഉപദേശകൻ്റെ, തൻ്റെ സാരഥിയുടെ ഈ വിസ്മയാവഹ രൂപം കണ്ടു. താൻ യഥാർത്ഥത്തിൽ ഇന്നേ വരെ അയാളെ കണ്ടിട്ടേയില്ല എന്ന് തിരിച്ചറിഞ്ഞു. അയാൾ ശ്യാമിൻ്റെ മുന്നിൽ തല കുമ്പിട്ട് വന്ദിച്ചു. തൻ്റെ സാധാരണ രൂപത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അയാളോട് യാചിക്കുകയും ചെയ്തു. ശ്യാം പറഞ്ഞതുപോലെ തന്നെ അർജുനൻ ചെയ്യും. കാരണം ശ്യാം ശരിയായ കാര്യമാണ് ചെയ്യുന്നതെന്ന് അയാൾ വിശ്വസിച്ചു. കൃഷ്ണൻ്റെ വിശ്വരൂപം ബ്രാക്കറ്റിൽ വിരാട് സ്വരൂപം അയാളെ ദൈവമായി അവരോധിക്കുന്നു. കുരുസഭയിൽ മറ്റുള്ളവരുടെയൊപ്പം അന്ധനായ ധൃതരാഷ്ട്രരുടെ മുൻപിലും ഈ രൂപം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് അർജുനനെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതിന് പ്രേരകമായപ്പോൾ ധൃതരാഷ്ട്രർക്ക് തൻ്റെ പുത്രന്മാരോടുള്ള സ്നേഹത്തിന് ബ്രാക്കറ്റിൽ പുത്രമോഹം മങ്ങലേൽപ്പിക്കുന്നതിന് കൃഷ്ണൻ്റെ ഈ രൂപത്തിന് സാധിക്കുന്നില്ല. ധൃതരാഷ്ട്രർ അയാളുടെ കുടുംബത്തെയും അല്ലെങ്കിൽ തൻ്റെ പുത്രന്മാരെയും അയാളുടെ കുടുംബത്തിൻ്റെ ശത്രുക്കളെയും ബ്രാക്കറ്റിൽ തൻ്റെ അനന്തരവർ വ്യക്തമായി വേർതിരിച്ച് കാണുന്നുണ്ട്. അർജുനൻ യുദ്ധരേഖകളുടെ ഇരുവശത്തുമുള്ള ബന്ധുജനങ്ങളെ കാണുന്നുണ്ട്. കൃഷ്ണൻ ഈ ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കാണുന്നു. വസുദൈവ കുടുംബകം. ഈ സംഭവത്തിൽ കൃഷ്ണൻ മുഴുവൻ പ്രപഞ്ചത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അവൻ ബാലകനായിരിക്കുമ്പോൾ അവൻ്റെ അമ്മ അവനിൽ പ്രപഞ്ചം കാണുന്നു. അവൻ ലോകം തന്നെയാണ്. അവൻ ലോകത്തിലുണ്ട്, ലോകം അവനിലുണ്ട്. ലോകം ഈശ്വരാംശത്തിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല. മധുസൂദന സരസ്വതിയുടെ അദ്വൈത അഥവാ അഭേദ ദർശനം ബ്രാക്കറ്റിൽ എന്നും ലോകവും ഈശ്വരാംശവും വ്യത്യസ്തമാണ്. മധ്വാചാര്യൻ്റെ ദ്വൈത അഥവാ ഭേദദർശനം എന്നും ലോകവും ഈശ്വരാംശവും ഒരേ സമയം തന്നെ ഒന്നു തന്നെയാണ്, ഒപ്പം വിഭിന്നവുമാണ്. രാമാനുജൻ്റെ ഭേദഭേദം ദർശനം ബ്രാക്കറ്റിൽ എന്നും വേദാന്ത തത്വചിന്തകർ കണ്ടു. 12-ാം നൂറ്റാണ്ടിൽ തമിഴകത്തെ രാമാനുജർ, 13-ാം നൂറ്റാണ്ടിൽ കർണാടകത്തിലെ മാധ്വൻ,
16-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ മധുസൂദന സരസ്വതി എന്നിവർ കൃഷ്ണന്റെ രൂപത്തിൽ ഈശ്വരാംശം സ്പഷ്ടമായി കണ്ടു. ഈ തത്വചിന്തകർ ദൈവത്തിൻ്റെ പ്രാപഞ്ചിക രൂപമായ കൃഷ്ണനോടുള്ള ഭക്തി ഉപാസനയെപ്പറ്റി പറഞ്ഞുവെങ്കിലും അവർ താപസ ജീവിതത്തെയാണ് ആലിംഗനം ചെയ്തിരുന്നത്. പിതാവിനെ വധിക്കുന്നത്. അടുത്ത ഭാഗം. യുദ്ധം ആത്മാർത്ഥമായി തന്നെ ആരംഭിച്ചു. തങ്ങൾ ഒരിക്കൽ നിർമ്മിച്ച, പിന്നെ ചൂതുകളിച്ച് 13 വർഷത്തേക്ക് കൈവിട്ട് കളയുകയും ചെയ്ത നഗരം 5 പാണ്ഡവർ അവകാശപ്പെടുന്നത് തടയുന്നതിനായി 100 കൗരവരുടെ 11 സൈന്യങ്ങൾ പാണ്ഡവരുടെ 7 സൈന്യങ്ങളോട് യുദ്ധം ചെയ്യുന്നു. ഇത് ദുർബലരുടെ പങ്ക് ശക്തരായവർ അവകാശപ്പെട്ടുകൊണ്ട് കാട്ടുനീതിയുടെ സംസ്കാരത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതാണ്. എന്നിട്ടും ഭീഷ്മൻ കൗരവരുടെ വശം ചേർന്നു. പരശുരാമൻ്റെ ശിഷ്യനായ ഭീഷ്മൻ എല്ലാം കൂടുതൽ മെച്ചമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പക്ഷേ തൻ്റെ വശത്തോടുള്ള വിശ്വസ്തത തൻ്റെ ഗുരുവിൻ്റെ എല്ലാ ശിക്ഷണങ്ങളും നിഴല് ആക്കിക്കളഞ്ഞു. കുരുക്കളുടെ ഭൂമിയും കുരുവംശവും ഏകീകരിച്ചു നിൽക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ഒഴിയാബാധ എന്നതുപോലെ തൻ്റെ വംശത്തോട് അയാൾക്കുള്ള അമിതമായ ഇഷ്ടം ദുര്യോധനൻ മുതലെടുക്കുന്നതിന് അയാൾ അനുവദിച്ചു. അങ്ങനെ കൗരവരുടെ സൈന്യത്തിൻ്റെ സൈന്യാധിപൻ എന്ന നിലയ്ക്ക് 9 ദിവസത്തേക്ക് അയാൾ സ്തംഭനാവസ്ഥ ഉറപ്പിച്ചു നിർത്തി. ഒരു വശവും ജയിച്ചില്ല, തോറ്റതുമില്ല. താൻ ആഗ്രഹിക്കുന്ന അത്രത്തോളം നാളുകൾ ജീവിച്ചിരിക്കുന്നതിനുള്ള ശക്തി ഭീഷ്മനുണ്ട്. തൻ്റെ വംശത്തിൽ എല്ലാം ശരിയായി തീരുന്നതുവരെ ജീവിക്കുന്നതിന് അയാൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അയാൾ തൻ്റെ വംശത്തിൻ്റെ ഐക്യത്തിനു ഭീഷണിയാകുമെന്ന് തോന്നുന്ന ആരെ കണ്ടാലും, ഉദാഹരണത്തിന് പാണ്ഡവരെ നേരിടുക എന്ന പ്രത്യേക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് കഴിവുള്ളത്ര ധാർഷ്ട്യമുള്ളവനെന്ന് കൗരവന്മാരെ തോന്നിപ്പിച്ചത് ആരുടെ ധനുർവിദ്യാ പാടവമാണോ ആ പാടവമുള്ള സൂതപുത്രനായ കർണൻ അവരെ എല്ലാം എതിർത്തു. അവസാനം 10-ാം ദിവസം തൻ്റെ രഥത്തിൽ അർജുനൻ്റെ മുൻപിൽ ശിഖണ്ഡിയെ നിർത്തിക്കൊണ്ട് ശ്യാം യുദ്ധഭൂമിയിലേക്ക് തേരു തെളിച്ചു. ശിഖണ്ഡി ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവളെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നത് യുദ്ധത്തിൻ്റെ നിയമങ്ങൾക്കെതിരാണെന്ന് ഭീഷ്മൻ വാദിച്ചു. ശിഖണ്ഡി ഒരു സ്ത്രീയായിട്ടായിരിക്കാം ജനിച്ചത്, പക്ഷെ പിന്നീട് ഒരു യക്ഷൻ്റെ സഹായത്തോടെ പുരുഷനായി മാറി. അതിനാൽ യുദ്ധത്തിൻ്റെ നിയമപ്രകാരം അയാൾക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയുമെന്ന് ശ്യാം വ്യക്തമാക്കി. ആജ്ഞാശക്തിയുള്ള ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത മുതിർന്ന രക്ഷാധികാരിയായ ഭീഷ്മൻ തൻ്റെ വില്ല് ഒരു സ്ത്രീക്കു നേരെ ഉയർത്തുവാൻ വിസമ്മതിച്ചു. ശ്യാം പുഞ്ചിരിച്ചു. ശിഖണ്ഡിയുടെയും അർജുനൻ്റെയും അമ്പുകൾ ഭീഷ്മനെ തുളച്ചു കയറി. അയാളെ നിലം പതിപ്പിക്കുന്നതിന് ശ്യാം അനുവദിച്ചു. അങ്ങയെ വധിക്കുവാനാകില്ല, പക്ഷേ അങ്ങ് ഒരു കുഞ്ഞിൻ്റെ പിതാവാകുന്നതിന് അങ്ങയുടെ പൂർവികർ നിരസിച്ച മനുഷ്യജീവികൾക്ക് പറഞ്ഞിട്ടുള്ളതിലും വളരെ നീണ്ട കാലയളവ് ജീവിക്കുവാൻ തീരുമാനിച്ചതുവഴി ഭൂമിയും നിരാകരിച്ച അങ്ങയെ ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്കായി സ്തംഭിപ്പിച്ചു നിർത്തുവാൻ സാധിക്കും. ധർമ്മം സംസ്ഥാപിക്കുന്നത് അങ്ങ് നോക്കിക്കാണും. ശക്തരെ വെറുക്കാതെ ബലഹീനർ തങ്ങളുടെ പങ്കിനു വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ഈ സംഭവത്തിൽ അർജുനൻ വല്ലാതെ അസ്വസ്ഥനായി. കാരണം അയാൾക്ക് തൻ്റെ വളർത്തച്ഛനെ വധിക്കേണ്ടി വന്നുവല്ലോ. പ്രായമാകുമ്പോൾ ചെറുപ്പക്കാർക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി വിരമിക്കണം എന്ന അധികാരപൂർവമുള്ള നയമായ ആശ്രമധർമ്മം ഭീഷ്മർ ലംഘിക്കുന്നു. ഹിന്ദുമത പുരാവൃത്ത ആഖ്യാനങ്ങളിൽ ഈ ചോദ്യം ആവർത്തിച്ചുന്നയിക്കപ്പെടുന്നുണ്ട്. ആരാണ് യഥാർത്ഥ പിതാവ്? മാതാവിനെ ഗർഭിണിയാക്കുന്ന ആളാണോ? ബ്രാക്കറ്റിൽ അർജുനൻ്റെ കാര്യത്തിൽ ഇന്ദ്രൻ മാതാവിനെ വിവാഹം കഴിക്കുകയും അങ്ങനെ നിയമപരമായ രക്ഷാകർത്താവ് ബ്രാക്കറ്റിൽ അർജുനൻ്റെ കാര്യത്തിൽ പാണ്ഡു ആകുന്ന ആളാണോ? അതോ കുട്ടിയെ വളർത്തി വലുതാക്കുന്ന ആൾ അർജുനൻ്റെ കാര്യത്തിൽ ഭീഷ്മൻ ആണോ? ഇന്ദ്രനിൽ നിന്ന് അർജുനന് പ്രാഗൽഭ്യം ലഭിക്കുന്നു. പാണ്ഡുവിൽ നിന്ന് പൂർവാജ്ഞിത സ്വത്തുക്കൾ ലഭിക്കുന്നു. ഭീഷ്മനിൽ നിന്ന് അയാൾക്ക് സ്നേഹവും ലഭിക്കുന്നു.
18 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലെ 10ാമത്തെ ദിവസം കൃഷ്ണൻ ഒരു ഭിന്നലിംഗക്കാരനെ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. അയാളുടെ സാന്നിധ്യം യുദ്ധം പാണ്ഡവർക്കനുകൂലമായ ചായ്വ് വരുത്തുന്നു. സ്ത്രീയിൽ നിന്ന് പുരുഷനായി മാറിയ ശിഖണ്ഡിയെ ഭീഷ്മൻ നിരസിക്കുമ്പോൾ യുദ്ധത്തിൽ ഒരു സ്തംഭനാവസ്ഥ സംജാതമാകുന്നു. അയാളെ കൃഷ്ണൻ അംഗീകരിക്കുമ്പോൾ യുദ്ധവിജയം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായ ഗുരുവിനെ വധിക്കുന്നത് എന്ന ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും പതിവ് പോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.